ഗോകുലം ഗോപാലൻ ചേട്ടനാണല്ലോ കൂടുതൽ തമിഴ് സിനിമകൾ, ഹൈപ്പുള്ള സിനിമകൾ ഇവിടെ കൂടുതൽ എടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? അദ്ദേഹം തന്നെയല്ലേ കൂടുതൽ എടുക്കുന്നത്? അതെ. അദ്ദേഹമായിട്ടൊരു സിനിമകൾ മത്സരത്തിൽ വല്ലതും വന്നിട്ടുണ്ടോ നിങ്ങൾ? അങ്ങനെയല്ല. ഇപ്പം ഞാൻ ആഗ്രഹിച്ച സിനിമകള് ഗോപാലന്റെ കമ്പനി ഈ PVN എടുത്തിട്ടുണ്ട്. പുതിയ സിനിമ പുതിയ സിനിമകള് പുള്ളിയോട് ഞാൻ എവിടെ ഏത് കാര്യത്തിൽ പോയി മത്സരിക്കാൻ വേണ്ടിയിട്ടാണ്. പുള്ളി എവിടെയോ കിടക്കുന്നു, ഞാൻ എവിടെയോ കിടക്കുന്നു. അപ്പം നമുക്ക് സിനിമ കുറച്ചുകൂടെ അതിന്റെ ആൾക്കാരെയൊക്കെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാം എന്നുള്ള അല്ലാണ്ടിട്ട് പുള്ളി ഇപ്പൊ ഒരു വില പറയുമ്പോൾ പുള്ളി 2 കോടി അല്ല 5 കോടി ഇതൊന്നും പുള്ളി ശരി അങ്ങ് എടുത്തേക്കാന്നുള്ളൂ. അല്ലാണ്ടിട്ട് ഇതിന്റെ ഒരു ബിസിനസ് എത്രത്തോളം നോക്കിയിട്ടാണോന്ന് എനിക്കറിയില്ല. ആ ഹൈപ്പുള്ള പടങ്ങളുടെ പാർട്ടാവുന്നു. നമുക്ക് ആളോടൊന്നും മത്സരിക്കാനായിട്ട് ഇവന് പറ്റത്തില്ലല്ലോ. നമ്മൾ ആ ആഗ്രഹം നമ്മളെ കൊണ്ട് നടക്കത്തില്ലെങ്കിൽ നമ്മൾ 150 രൂപ മുടക്കി തിയേറ്ററിൽ പോയി നമ്മൾ സ്വസ്ഥമായിട്ട് പടം കണ്ട് നമ്മൾ ആ മത്സരബുദ്ധി അവിടെ അവസാനിപ്പിക്കുന്നു. അങ്ങനെ കണ്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ വേണമെന്ന് ആഗ്രഹിച്ച സിനിമ മറ്റുള്ളവർ എടുത്തുകൊണ്ട് ആ സിനിമ പോയി കണ്ട് അതിന്റെ വിജയം കാണുമ്പോൾ മനസ്സിനൊരു അല്ലേ? അല്ല, തീർച്ചയായിട്ടും. ഇപ്പൊ എത്രയോ സിനിമകൾ ഇപ്പം നമുക്ക് എടുക്കാൻ പറ്റുന്ന സിനിമകളുണ്ടായിരുന്നു. നമുക്ക് പല സിനിമകളും ഇപ്പം അന്യഭാഷാ ചിത്രങ്ങളാട്ടോ പറയുന്നത്. അപ്പം അത് എടുക്കാത്തതിൽ എനിക്കൊരു കുറ്റബോധമില്ല. ആ സമയത്ത് ഞാൻ എടുക്കേണ്ടതായിരുന്നല്ലോ, ഞാനൊരു വാക്ക് പറഞ്ഞായിരുന്നു എനിക്ക് കിട്ടുമായിരുന്നല്ലോ. പക്ഷെ എനിക്കപ്പോ ഈവൻ ധൈര്യം വന്നില്ല. കാരണം നമ്മളിങ്ങനെ ECGയുടെ കൂട്ടായിരുന്നു നമ്മുടെ ലൈഫ്. അപ്പ് ആൻഡ് ഡൗൺ ഇങ്ങനെ വന്നുകൊണ്ടിട്ട് എടുത്തിട്ട് തട്ടുകേട് വന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ പോയി 1 തുടങ്ങി അല്ലെ 2 തുടങ്ങി വീണ്ടും പോയി ഡേറ്റിന് വേണ്ടിയിട്ട് പോയി പിടിച്ച് പിന്നെയും പൈസ സാമ്പത്തിക ഇടപാടുകൾ നടത്തി അതിന്റെ ടെൻഷന് ഇതെല്ലാം എനിക്കിനി അത് വേണ്ട എന്ന് തീരുമാനിച്ച് മാറുകയാണ്. ഗോൾഡിന് എന്താണ് സംഭവിച്ചത്? ഗോൾഡിന് എന്തായിരുന്നു സംഭവിച്ചത്? ശരിക്കും സംഭവിച്ചത് എന്താണ്? അല്ല, ഗോൾഡ് സിനിമകളുടെ റിലീസുകൾ മാറ്റുന്നു, പല സംഭവങ്ങൾ ഇതിനകത്ത് വാർത്ത ഉൾപ്പെടെ പല ആളുകളും പറഞ്ഞ പല കഥകളുമുണ്ട്. അതിന്റെ ആ ഡിസ്ക് കാണാനില്ല. ഇതൊക്കെ എനിക്കറിയില്ല, ചുമ്മാ പറഞ്ഞ കഥകളാണ് ഞാൻ അതിന്റെ ഉള്ളടക്കുന്നത്. ആ ഡിസ്ക് എഡിറ്റ് ചെയ്ത് ആ ഡിസ്ക് എവിടെ മറന്നു വെച്ചു, രാജുവേട്ടൻ എവിടെ മറന്നു വെച്ചു, പിന്നീട് കാണാനില്ല, പിന്നീട് എഡിറ്റ് ചെയ്തു. അങ്ങനെ എന്താണ് ഗോൾഡൻ സംഭവിച്ചത്? ശരിക്കും നീണ്ടു പോകാൻ? അല്ലല്ല, അതെല്ലാം ചുമ്മാ ഒരു തമാശ ഉള്ള ഒരു സംഭവം മാത്രമാണ്. എവിടെ കാണാം അത് പോകാൻ വേണ്ടിട്ട് എഡിറ്ററൂടെ അല്ലേ സിനിമ അൽഫോൻസ് പുത്രന്റെ ഈ കാര്യങ്ങളെല്ലാം അറിയാം. അതെ. അപ്പൊ ആ സിനിമ ഉദ്ദേശിച്ച പോലെയുള്ള ഒരു റിസൾട്ട് കിട്ടിയില്ല എന്നുള്ളത് മാത്രമാണ് ആ സിനിമയ്ക്ക് സംഭവിച്ചത്. അതായത് ആ സിനിമ നിർമ്മിച്ചതിന്റെ പേരിൽ ഞങ്ങൾക്കൊരു സാമ്പത്തിക നഷ്ടമോ അല്ലെ ഒരു തരത്തിലുള്ള നഷ്ടമോ ഒന്നുമില്ല. കാരണം അതൊരു കോവിഡ് ടൈമിൽ നിർമ്മിച്ച സിനിമയാണ്. പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് എന്താണ്, നേരവും പ്രേമവും എല്ലാം ഡയറക്റ്റ് ചെയ്ത അൽഫോൻസ് പുത്രൻ ആ ചിത്രങ്ങൾക്ക് ശേഷം കിട്ടുന്ന ഞങ്ങൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിരുന്നു ഗോൾഡ്. അത് അതിൻ്റെതായ ഹൈപ്പ് ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ അതിന് ഒരു ഓവർ പ്രതീക്ഷ ആ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു, സംഭവിച്ചു. പിള്ളേരുടെ ഇടയിൽ, യൂത്തിന്റെ എല്ലാ ഇടയിൽ അൽഫോൻസ് പുത്രന്റെ സിനിമ എന്നുള്ളൊരു രീതിയിൽ ആ ഒരു ബ്രാൻഡ് വാല്യൂ ഉണ്ടല്ലോ, ആ ബ്രാൻഡ് വാല്യൂവിനനുസരിച്ച് ആ സിനിമ വന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അൽഫോൻസ് പുത്രനായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ എളുപ്പമാണോ? അല്ല, കമ്മ്യൂണിക്കേഷൻ എന്താണ്, കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. കാര്യങ്ങൾ ആള് ഭയങ്കര സിനിമാ പ്രേമിയാണ്, അപ്ഡേറ്റഡ് ആണ്, എല്ലാ സിനിമകളും കാണുന്ന ഒരാളാണ്, അഭിപ്രായം പറയുന്ന ഒരാളാണ്. അപ്പോൾ അത്രയും സിനിമയായിട്ട് 100% ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ് പുള്ളി. തന്നെ കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം, ഗ്രാഫിക്സ്, അത് ഇത് എല്ലാത്തിലും പുള്ളി, കളർ ഗ്രേഡിങ് എല്ലാത്തിനും പുള്ളി ഇൻവോൾവ്മെന്റോടുകൂടി ചെയ്യുന്ന ഒരാളാണ്. അല്ലെ, ഇനി അൽഫോൻസ് പുത്രനുമായിട്ട് ഒരു സിനിമ ചെയ്യണമെന്ന് ആഗ്രഹമില്ലേ? അല്ല, സിനിമകൾ എപ്പോഴും ഇനി ഒരു ആഗ്രഹമില്ല. ഇപ്പൊ ഒരു ഗോൾഡ്, നമ്മൾ സാമ്പത്തികമായിട്ട് നമുക്ക് പരാജയമൊന്നുമില്ല, നമ്മളെല്ലാ ബിസിനസ്സും നടത്തുന്ന വ്യക്തി തന്നെയാണ് നിങ്ങളെല്ലാവരും. ബിസിനസ് എടുത്ത് നമുക്ക് വിജയമാണ്, തിയേറ്ററിൽ മാത്രം ഫ്ലോപ്പായി എന്നുള്ള കാര്യം. ഇനി അൽഫോൻസ് പുത്രനുമായിട്ട് കൈകോർത്തൊരു സിനിമകൾ ചെയ്യണമെന്ന് ആഗ്രഹമില്ല മനസ്സിൽ? അല്ല, സിനിമകൾ സംഭവിക്കുന്നതാണല്ലോ. ഇപ്പൊ അൽഫോൻസ് പുത്രൻ നാളെ വേറൊരു സബ്ജക്റ്റുമായിട്ട് വരും, അല്ലെങ്കിൽ ഞാനിപ്പോൾ അൽഫോൻസുമായിട്ട് സംസാരിക്കുമ്പോൾ അങ്ങനെ ഒരു പ്രോജക്റ്റിനെ പറ്റി, ഒരു പുതിയ പ്രോജക്റ്റിനെ പറ്റി സംസാരിക്കുകയും ഓക്കെ ഇത് ചെയ്യാവുന്ന ഒരു മ്യൂച്വൽ ഒരു സാധനം വരുവാണോ. ഞാൻ ഇനി മലയാളത്തിൽ സിനിമ ചെയ്യുന്നില്ല എന്ന് അൽഫോൻസ് പുത്രൻ ഫേസ്ബുക്ക് കുറിപ്പൊക്കെ ഇട്ടത്. എന്നെ മലയാളികൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ വരുന്നില്ല, അങ്ങനെയൊക്കെ. ഇത് കഴിഞ്ഞ് ഈ ഗോൾഡൻ ശേഷം പുള്ളി കുറച്ച് കൃത്യമായിട്ട് എഴുതി പോയല്ലോ. അത് ഗോൾഡ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഗോൾഡിനെ പറ്റി കുറെ പേര് ഒത്തിരി വിമർശിച്ചുകൊണ്ടിട്ടൊക്കെ ഉള്ള ഒരു പുള്ളി ഒരു ഹിറ്റുകൾ മാത്രം ഒരു വലിയ രീതിയിൽ സക്സസ് കണ്ടിരിക്കുന്നത്. പ്രേമം എന്ന് പറയുന്നത് എന്ത് വലിയ ഹിറ്റാണ്. അപ്പൊ അങ്ങനത്തെ ഒരു ഇതിൽ നിന്ന് കഴിഞ്ഞിട്ട് അപ്പം പോസിറ്റീവ് മാത്രം കേട്ട് നിൽക്കുന്ന ഒരു വ്യക്തി, അല്ല ആ പടം ഇങ്ങനെയാണ് അല്ലെങ്കിൽ ആ പടത്തെ പറ്റി നെഗറ്റീവ്സ് കേൾക്കുമ്പോൾ
പുള്ളിക്ക് അത് ചിലപ്പോൾ അത് അങ്ങനത്തെ ഒരു സ്റ്റേജ് ചിലപ്പോൾ ഫേസ് ചെയ്തിട്ടുണ്ടാവത്തില്ല, അതുകൊണ്ടിട്ടായിരിക്കാം അങ്ങനെയൊക്കെ എഴുതാനുള്ള ഇത് തോന്നുന്നത്. ഈ പല സിനിമകളും ഇപ്പം ഡിസ്ട്രിബ്യൂഷൻ എടുക്കുന്ന സിനിമകൾ ലിസ്റ്റിൽ എല്ലാവരെയും കൂടെ ഒരുമിച്ച് പോയിരുന്ന് കാണുന്ന ഒരു സ്വഭാവം ഇല്ലാന്ന് എനിക്ക്. ഒറ്റയ്ക്ക് പോയിരുന്ന് കണ്ടിട്ട് സ്വന്തം ഇഷ്ടത്തിനാണ് സിനിമകൾ കൂടുതലും വാങ്ങുന്നത്, അല്ലെ? അങ്ങനെ വാങ്ങുമ്പോൾ നമുക്കൊരു 2-3 സിനിമയായിട്ട് അറിയാവുന്നവരെ ഒരുമിച്ച് പോയിരുന്ന് കാണുമ്പോഴല്ലേ ആ ഒരു സിനിമയ്ക്കൊരു നമുക്ക് അത് ബിസിനസ് നടക്കുന്ന സിനിമയാണ്, അത് ഓടുന്ന സിനിമയാണെന്ന് നമുക്കൊരു വിലയിരുത്താൻ കഴിയുള്ളൂ. ഞാനൊരു ചോദ്യം ചോദിച്ചാൽ എന്തായിരിക്കും മറുപടി? അല്ല, അങ്ങനെയല്ല. ബേസിക്കലി നമുക്കൊരു നമ്മളിപ്പോ ഒരുപാട് പേര് ഒരുമിച്ച് പോയി ഈവൻ കാണുമ്പോൾ അവരൊരു അഭിപ്രായം പറഞ്ഞെന്നോർത്തും ഞാൻ ആ സിനിമ എടുക്കണമെന്നില്ല. ഇപ്പം എനിക്ക് തോന്നി ഓക്കെ ഇതിന് കൈ കൊടുക്കാം, ഇത് എടുക്കാമെന്ന് തോന്നിയാൽ മാത്രമാണ് അത് സംഭവിക്കുള്ളൂ.